നേപ്പാളിനെ വിഴുങ്ങിയ ആ മിന്നൽ പ്രളയത്തെ തുടർന്ന് ഇന്ത്യ നേപ്പാൾ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ സുരക്ഷാ മുൻകരുതലുകൾ ശക്തമാക്കിയിരിക്കുകയാണ്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പ്രളയജലം താഴേക്ക് ഒഴുകിയെത്തുന്നത് അതിർത്തി പങ്കിടുന്ന രണ്ട് പ്രധാന സംസ്ഥാനങ്ങളായ ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും കാര്യമായി ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ ഇരു സംസ്ഥാനങ്ങളിലെയും നദീതട പ്രദേശങ്ങൾ ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. നിലവിലെ അടിയന്തര സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരിയുമായി സംസാരിക്കുകയും ആവശ്യമായ എല്ലാ കേന്ദ്ര സഹായങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്ഥിതിഗതികൾ തുടർച്ചയായി നിരീക്ഷിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ബീഹാറിൽ ഉന്നതതല സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിയുടെയും DGPയുടെയും നേതൃത്വത്തിലുള്ള ഈ സംഘം പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ടെന്നും ബീഹാർ മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രളയത്തിന് സാധ്യത ഉണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇന്തോ നേപ്പാൾ അതിർത്തിയിലൂടെയും ഗണ്ഡക് നദിയുടെ തീരങ്ങളിലൂടെയും ഉള്ള ഗ്രാമങ്ങളിൽ മുൻകരുതലുകൾ സ്വീകരിക്കാനുള്ള ഒരു ചുമതല ഇപ്പോൾ വെസ്റ്റ് ചമ്പാരൻ ജില്ലാ മജിസ്ട്രേറ്റ് തരൺജോത് സിംഗ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ജില്ലാ മജിസ്ട്രേറ്റ് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നൽകുന്നുണ്ട്. ആശയവിനിമയം നടത്തുകയും കൃത്യമായ ഓരോ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. സ്ഥിതി നേരിടാൻ പശ്ചിമ ചമ്പാരൻ, മുസാഫർപൂർ തുടങ്ങിയ ഇടങ്ങളിലായി 9 NDRF സംഘങ്ങളെ ബീഹാറിൽ വിന്യസിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതിർത്തി ജില്ലകളായ മഹാരാജ്ഗഞ്ച്, കുശിനഗർ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരോട് അതീവ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. നേപ്പാളിലെ റസുവയിലുണ്ടായ ദുരന്തം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ ആവശ്യപ്പെടുകയും കുശിനഗറിൽ ഒരു NDRF സംഘത്തെ മുൻകൂട്ടി വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. നേപ്പാളിൽ നിന്നും താഴേക്ക് ഒഴുകിയെത്തുന്ന നദികളിലെ ജലനിരപ്പ് പെട്ടെന്ന് ഉയരുന്നതാണ് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും തദ്ദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്നത്. ഭീതി പരത്തുന്ന വ്യാജ വാർത്തകളിൽ വീഴരുതെന്നും പുഴകളുടെ അരികിലേക്ക് അനാവശ്യമായി പോകരുതെന്നും ഭരണകൂടം നൽകുന്ന ഔദ്യോഗിക ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേപ്പാളിലെ രസുവ മേഖലയിലുള്ള ഭോട്ടേകോശി നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ഉദ്ധരിച്ച് കാഠ്മണ്ഡു പോസ്റ്റ് നൽകിയ റിപ്പോർട്ട് പ്രകാരം 95 പേർ മരിക്കുകയും നൂറുകണക്കിന് ആളുകളെ കാണാതാവുകയും ചെയ്തു. കാണാതായവരിൽ 105 ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട്. 291 വിദേശികളും 93 നേപ്പാൾ പൗരന്മാരും ഉൾപ്പെടെ 384 വിനോദസഞ്ചാരികളെ കാണാതായതായി നേപ്പാൾ ടൂറിസം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. പ്രളയ സാഹചര്യം നേരിടാൻ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഗണ്ഡക് നദിയിലെ ജലനിരപ്പ് വരുന്ന സാഹചര്യത്തിൽ ബീഹാർ മുഖ്യമന്ത്രിയും സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. നേപ്പാളിൽ നിന്നും ഉദ്ഭവിച്ച് ബീഹാറിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് ഗണ്ഡകും കോശിയും. കേന്ദ്ര ജല കമ്മീഷനുമായി ചേർന്ന് ദുരന്ത നിവാരണ ഏജൻസികൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വിവരം. ഇന്ത്യയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നേപ്പാളിന് നൽകുമെന്ന് ഇന്നലെ തന്നെ നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അറിയിച്ചതാണ്. കൂടാതെ M17 ഉൾപ്പെടെയുള്ള ഹെലികോപ്റ്ററുകൾ സജ്ജമായി തന്നെ നിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ, ഇനിയിപ്പോൾ മെഡിക്കൽ സജ്ജീകരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ ആവശ്യം വന്നാലോ അതിനും ഇന്ത്യ ഡോക്ടർമാരെ വഹിച്ചുകൊണ്ട് ഹെലികോപ്റ്ററുകൾ നേപ്പാളിലേക്ക് പറന്നെത്തും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും എന്താവശ്യമുണ്ടെങ്കിലും ഇന്ത്യയെ വിളിക്കാൻ മടിക്കേണ്ട, ഇന്ത്യയോട് സഹായം ചോദിക്കാൻ മടിക്കേണ്ട എന്നൊരു നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട്.